بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, ഏകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണേ എന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്
വാനലോകത്ത് നിന്ന് മാലാഖമാരിറങ്ങി വരുന്ന പരിശുദ്ധമായ ഈ സദസ്സിൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഒത്തുകൂടാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി, തൗഫീഖ് നൽകി. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. ജീവിതത്തിൻ്റെ തിരക്കുകളിലും ജോലികളിലും പെട്ട് അള്ളാഹുവിനെയും പരലോകത്തെയും പ്രവാചകൻ്റെ ചര്യയെയും മറന്ന് ഭൗതിക പ്രബദ്ധത മൂത്ത് ഈ ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരുപാട് ആളുകൾ, ആ ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പസമയത്തേക്കാണെങ്കിലും അവനെക്കുറിച്ച് കേൾക്കാനും അവനെക്കുറിച്ച് അറിയാനും അവൻ്റെ മതത്തെക്കുറിച്ച് കേൾക്കാനും നമുക്ക് ഭാഗ്യം നൽകി. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. ഇൻഷാ അല്ലാഹ് ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എൻ്റെ പ്രതീക്ഷയിൽ നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയമാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, ഇന്ന് പറയുന്ന വിഷയം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇൻഷാ അല്ലാഹ് പരലോകത്ത് മാത്രമല്ല ഈ ദുനിയാവിലും ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 3 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ മുന്നേ അടിസ്ഥാനപരമായി ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണം ഏതാണ്? 1 തൗഹീദാണ്, 2 സുന്നത്താണ്, ഈമാനാണ്, ഇസ്ലാം കാര്യങ്ങളിലുള്ള കൃത്യമായ നിർവഹണമാണ്, പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലോകത്തുള്ള വേദനകളും വ്യതകളും പ്രയാസങ്ങളും ക്ലേശങ്ങളുമെല്ലാം വളരെ ഈസിയാണ്. അതൊന്നും അയാൾ അലട്ടില്ല. മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടായാൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വീണുയഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുന്ന, ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ അയാളുടെ ജീവിതത്തിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ മരണത്തെ ഓർത്ത് ഈ ലോകത്തിൻ്റെ വഞ്ചനാത്മകതയെ തിരിച്ചറിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ മരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് തവണ നാം കേട്ടതുമാണ്. വളരെ വളരെ സുന്ദരമായ ഒരു കവിത ചില പണ്ഡിതന്മാർ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അൻതല്ലദീ വലദത്ക ഉമ്മുക യബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലുക യദ്ഹകൂന സുറൂറാ فاجهد لنفسك أن تكون إذا بقوا في حال موتك ضاحكا مسرورا. ഈ ലോകത്തേക്ക് നീ കടന്നു വരുമ്പോ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയാകുന്ന ലോകത്തേക്ക് നീ കടന്നു വരുമ്പോ, ലേബർ റൂമിന്റെ പുറത്ത് നിന്നെ കാത്തിരിക്കുന്ന കുടുംബക്കാർ മുഴുവനും ചിരിക്കുകയായിരുന്നു. നിന്റെ ആഗമനത്തിന് വേണ്ടി അവരെല്ലാവരും പ്രതീക്ഷിക്കുകയായിരുന്നു. നിന്റെ ആഗമനമെന്ന സന്തോഷ വാർത്ത അവരുടെ കാതുകളിലേക്ക് എത്തിയപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരെല്ലാവരും നിന്നെ സ്വീകരിക്കുകയുണ്ടായി. فاجهد لنفسك أن تكون إذا بقوا في حال موتك ضاحكا مسرورا. എന്നാൽ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്, നിന്റെ ജീവിതം അവസാനിക്കുന്ന ഒരു ദിവസം, നിന്റെ ആത്മാവും ശരീരവും തമ്മിൽ പിരിയുന്നൊരു ദിവസം. ആ ദിവസം നിന്റെ കട്ടിലിന്റെ ചുറ്റിലും കൂടി നിൽക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ കട്ടിലിന്റെ ചുറ്റിലും കൂടി നിൽക്കുന്നതിലുള്ള നിന്റെ മക്കളും നിന്റെ സഹോദരന്മാരും കുടുംബക്കാരും നിന്റെ വേർപാടിൽ മനം നൊന്തുകൊണ്ട് കരയുകയാണ്. അവരുടെ കവിൾ തടങ്ങൾ കണ്ണുനീര് കൊണ്ട് മുഖരിതമാണ്. പക്ഷേ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫി ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ആ ദിവസം പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പോകാൻ, ആ ദിവസം സന്തോഷവാനായിക്കൊണ്ട് യാത്ര പോകാൻ, നഫ്സുൽ മുത്മഇന്നായിക്കൊണ്ട് മലക്കുകളുടെ തോളിലേറി വാനലോകത്ത് ചെന്ന് അള്ളാഹുവിന്റെ സവിധത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ
കീഴടങ്ങാനുള്ള ഭാഗ്യം ലഭിക്കാൻ അതിനുവേണ്ടിയാണ് നീ നിന്റെ പരിശ്രമങ്ങൾ നടത്തേണ്ടത്. അതിനുവേണ്ടിയാണ് നെറ്റിത്തടങ്ങളിലൂടെ നിന്റെ വിയർപ്പിന്റെ കണികൾ ഉറ്റുവീഴേണ്ടത്. അതിനുവേണ്ടിയാണ് നിന്റെ കരങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിന്റെ പാദങ്ങൾ ചലിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിന്റെ നാവുകൾ ചലിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിന്റെ ശരീരത്തിൽ അല്ലാഹു നൽകിയ ഓരോ അവയവങ്ങളും ചലിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ വ്യർത്ഥത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. മക്കൾക്ക് വലിയ വലിയ ഡിഗ്രികൾ എടുത്തു കൊടുത്തുകൊണ്ട് അമ്പര ചുംബികളും ബംഗ്ലാവുകളും എസ്റ്റേറ്റുകളും കെട്ടിപ്പൊക്കിക്കൊണ്ട് നാട് മുഴുവൻ വെട്ടിപ്പിടിക്കാൻ രാവും പകലും ഓടി നടന്നുകൊണ്ട് ബാങ്ക് ബാലൻസ് കൂട്ടാൻ ആളുകളെ പറ്റിച്ച് വഞ്ചിച്ച് ദുനിയാവിന്റെ പ്രബദ്ധത തലയിൽ മുത്ത് ഓടി നടക്കുന്ന മനുഷ്യന്റെ മക്കളോട് അല്ലാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നിർത്തുക നിങ്ങളുടെ ഓട്ടം. എന്തൊരോട്ടമാണിത്, എന്തൊരു ഭ്രമമാണിത്, എന്തൊരു തിമിരമാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് ബാധിച്ചിട്ടുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളഞ്ഞുകൊണ്ട്, എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ ആഹ്ലാദങ്ങളെയും മുറിച്ചു കളഞ്ഞുകൊണ്ട് മരണമാകുന്ന സത്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ആ മരണത്തിന് ശേഷമുള്ള ആസ്വാദനമാണ് യഥാർത്ഥത്തിലുള്ള ആസ്വാദനം. ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. ആ മരണത്തിന് ശേഷമുള്ള വിജയമാണ് യഥാർത്ഥത്തിലുള്ള വിജയം. ആ മരണത്തിന് ശേഷമുള്ള ഐശ്വര്യമാണ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം. ആ മരണത്തിന് ശേഷമുള്ള സമ്പന്നതയാണ് യഥാർത്ഥത്തിലുള്ള സമ്പന്നത. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏതൊരു ദുനിയാവിന്റെ പളപളപ്പിലാണോ നിന്റെ മനസ്സ് മയങ്ങിയിരിക്കുന്നത്, ഏതൊരു ദുനിയാവിന്റെ പച്ചപ്പിലാണോ മയങ്ങിക്കിടന്നുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് നിന്റെ മനസ്സ് വ്യർത്ഥമായി കൊതിക്കുന്നത്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണെന്ന് എന്ന് നീ മനസ്സിലാക്കുന്നുവോ, ആ ദുനിയാവിലെ ജീവിതം നശ്വരമാണെന്ന് ചതിയാണെന്ന് എന്ന് നീ മനസ്സിലാക്കുന്നുവോ, അന്ന് തൊട്ടാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം തുടങ്ങുന്നത്. അന്ന് തൊട്ടാണ് നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അന്ന് തൊട്ടാണ് നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഭാഗ്യവും വിജയമുണ്ടാകുന്നത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ് അർദിൻ തമൂത്. പരക്കം പായുന്ന മനുഷ്യ, എവിടെ വെച്ചാണ് നീ മരണത്തെ കണ്ടുമുട്ടുക എന്ന് നിനക്കറിയില്ല. അല്ലാഹു നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഏതൊരു മരണത്തിന്റെ വായിൽ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ നീ കിടഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തിന്റെ മുന്നിൽ നിന്നാണോ കുതറി മാറാൻ നീ വ്യർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മരണത്തിന്റെ മുന്നിൽ നീ ചെന്നുപെടുന്നതാണ്, ആ മരണത്തെ നീ കണ്ടുമുട്ടുന്നതാണ്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അതിനുശേഷം നിനക്കൊരു മടക്കമുണ്ട്. ആ മടക്കന്മാരുടെ അടുത്താണ് ഹൃദയത്തിന്റെ അകത്ത് നീ കാത്തു സൂക്ഷിച്ച കാപഠ്യങ്ങളെ കുറിച്ചറിയുന്ന, മനസ്സിന്റെ അകത്ത് നീ കാത്തു സൂക്ഷിച്ച ജീർണതകളെ കുറിച്ചറിയുന്ന, ഹൃദയത്തിന്റെ അകത്ത് നീ കാത്തു സൂക്ഷിച്ച അസൂയയെ കുറിച്ചും അഹങ്കാരത്തെ കുറിച്ചും കുശുംബിനെ കുറിച്ചും സ്പർദ്ധയെ കുറിച്ചും എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ സവിധത്തിലേക്കാണ് പിന്നെ നിന്റെ മടക്കം. അവിടെയാണ് നിനക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്നത്. അവിടെയാണ് നിനക്ക് നന്മക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്നത്. അവിടെയാണ് നിനക്ക് തിന്മക്കുള്ള പ്രതിഫലവും നൽകപ്പെടുന്നത്. ആ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയം, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വാചാലതകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നിൽ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യ മനസ്സുകളെ ഒന്നിച്ചു വഞ്ചിക്കാനുള്ള കഴിവ് നിനക്ക് ഈ ദുനിയാവിലുണ്ടായിരുന്നു. എന്ത് കള്ളത്തരം ചെയ്താലും എന്ത് ചതി ചെയ്താലും ആളുകളുടെ മുന്നിൽ വാക്കുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വാചക കസറത്തിലൂടെ നിന്റെ തെറ്റിനെ ശരിയായി വ്യാഖ്യാനിക്കാൻ, അതിനെ ന്യായീകരിക്കാൻ നിനക്ക് കഴിവുണ്ടായിരുന്നു. പക്ഷേ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ നിന്റെ വായകൾക്ക് സീല വെക്കപ്പെടുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. വായകൾക്ക് സീല
വെക്കപ്പെടുന്നതാണ്. വതുകല്ലിമുനാ ഐദീഹിം, നിന്റെ കൈകൾ സംസാരിക്കുന്നതാണ്. നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ കുറിച്ച് ആ റബ്ബിന്റെ മുന്നിൽ നിന്റെ കൈകൾ സംസാരിക്കുന്നതാണ്. വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, എന്താണോ കൈകൾ അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, സത്യമാണ് റബ്ബേ, സത്യമാണെന്ന് നിന്റെ കാലുകൾ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം പറയുന്നതാണ്. ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ ഒരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ സഹോദരങ്ങളെ എന്തൊക്കെ വേണ്ടാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുമെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതാണ് ഒന്നാമതായി ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി. ഇനി ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 2-3 ആയത്ത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവന് തീർച്ചയായും കാത്തു സൂക്ഷിക്കേണ്ട ചില ക്വാളിറ്റികൾ സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കാൻ പാടില്ല. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, ഹൃദയത്തിന് വേദനയുണ്ടാക്കുന്ന കുത്തുവാക്കുകൾ നിങ്ങൾ പറയാൻ പാടില്ല. ചീത്തപ്പേര് കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സഹോദരന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ നന്മ ചെയ്യുക. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, പരിഹസിക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞ ക്വാളിറ്റി, അത് നമ്മൾ പല ആളുകൾക്കുമില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്, ചെറിയ ക്വാളിറ്റി ഒന്നല്ല. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ വ്യക്തമായി ഇത്ര കാര്യം എടുത്തു പറഞ്ഞത്? ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാൻ പാടില്ല എന്ന് അവിടെ റബ്ബ് പറഞ്ഞത്. എന്തിനാ അല്ലാഹ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യനുള്ള ഏറ്റവും വൃത്തികെട്ട, നീചവും നിന്യവും നികൃഷ്ടവുമായ ഒരു സ്വഭാവമാണ് പരിഹസിക്കുക എന്നുള്ളത്. വൃത്തികെട്ടൊരു സ്വഭാവം. പലപ്പോഴും ഗവൺമെൻറ് കോളേജുകളിൽ, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ച ആളുകളായിരിക്കുമല്ലോ. ഗവൺമെൻറ് കോളേജുകളിൽ ഇരട്ടപ്പേരില്ലാത്ത ഒരൊറ്റ ടീച്ചറെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇരട്ടപ്പേരില്ലാത്ത ഒരു ടീച്ചറെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന മാഷന്മാരുടെ അധിക ആളുകളുടെയും പേരെനിക്കറിയില്ല, പക്ഷേ അവരുടെയൊക്കെ ഇരട്ടപ്പേരറിയാം. പാച്ചൻ, മൂക്കൻ, സുനന്ദിനി പശു, ഇങ്ങനെയൊക്കെയാണ് അല്ലേ? എന്തൊക്കെയോ ഇരട്ടപ്പേരുകൾ, പരിഹാസപ്പേരുകൾ. പരിഹസിക്കുക എന്നുള്ളത് മനുഷ്യന് ഒരു ഹരാണ്. ഒരു തെക്ക് ഭാഗത്ത് നിന്ന് വന്നൊരു മാഷ്, ആ മാഷ് ജോഗ്രഫിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവർ ഭൂമി എന്നാണല്ലോ പറയാം, ഭൂമി. ആ പാവം 1ാമത്തെ ദിവസം വന്നപ്പോൾ തന്നെ അയാൾക്ക് പേര് കൊണ്ട് ഭൂമി. പിന്നെ അയാളുടെ നേൽവട്ടം കണ്ടാൽ കുട്ടികൾ ഭൂമി ഭൂമി എന്ന് പറഞ്ഞിട്ട് കൈയും മുട്ടി പാട്ട് പാടാൻ തുടങ്ങും. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആ ഒരു കൗമാരപ്രായം തൊട്ട് മനുഷ്യൻ തുടങ്ങുന്ന കളിയാക്കാൻ, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ, പിറകുന്ന കളിയാക്കാൻ, പിറകുന്ന പരിഹസിക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റണം. പലപ്പോഴും സ്ത്രീകളൊക്കെ കല്യാണത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് കാണുമ്പോൾ കല്യാണത്തിന് പോയി വന്നിട്ടൊക്കെ അവർ അഭിപ്രായം പറയുന്നത് കാണാം. എന്താ അഭിപ്രായം പറയുക? ചിലപ്പോൾ ചെക്കൻ കുറച്ച് സ്റ്റൈൽ കുറവായിരിക്കും, പെണ്ണ് സ്റ്റൈൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പെണ്ണ് കുറച്ച് സ്റ്റൈൽ കുറവായിരിക്കും, ചെക്കൻ സ്റ്റൈൽ കൂടുതലായിരിക്കും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പറയും, എന്താ ഇത് അലുവയും മത്തിക്കറിയും പോലെ? ഓല അലുവയും മത്തിക്കറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനാ വെറുതെ പരിഹാസ വാക്കുകൾ പറയുന്നത്? അലുവയും മത്തിക്കറിയോ ജിലേബിയും പരിപ്പ് കറിയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനിത് പറയാൻ കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി ഞാൻ ഒരുപാട് തവണ ബസ് സ്റ്റോപ്പ് കൂട്ടുകാരുടെ ഒപ്പം പോകുന്ന സമയം ചില ദമ്പതിമാരെ നോക്കിയിട്ട്, ഇതാ ചെങ്ങായി നോക്കടാ, എന്താണ് അതെന്താ അലുവയും മത്തിക്കറിയോ? ഇതെന്തിനാ സഹോദരങ്ങളെ? എന്തിനാണ് നാം ഈ പരിഹാസ വാക്കുകൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയോ, ചിലപ്പോൾ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കിയാൽ അത് 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് ഉണങ്ങിയേക്കാം. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നാം ഉണ്ടാക്കുന്ന മുറിവുകൾ കാലങ്ങളോളം അവിടെ നിൽക്കും. കാലങ്ങളോളം, വർഷങ്ങളോളം ആ മുറിവ് അവിടെ നിൽക്കും. അവിടെ കിടന്ന് നീറി 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 പുഴുത്ത് ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കാൻ ആ ഒരു വാക്കുകൾക്ക് സാധിച്ചേക്കും. ആ ഒരൊറ്റ വാക്കിന്.
എൻ്റെ നാട്ടിൻ്റെ അടുത്ത പ്രദേശത്ത് പ്രശസ്തനായ ഒരു കള്ളനുണ്ട്. ഒരു പുരുഷായുസ് മുഴുവനും പോലീസ് സ്റ്റേഷനും ജയിലുമായി നാട്ടുകാരുടെയും പോലീസുകാരുടെയും കയ്യിൽ നിന്നും മർദ്ദനങ്ങൾ മാറി മാറി വാങ്ങി ഒരു പുരുഷായുസ് മുഴുവനും തെരുവീതികളിൽ കിടന്ന് ഒരു നായയുടെ ജന്മം പോലെ നരകിച്ചു തീർത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഒരാളോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം പറയാൻ, ഞാൻ ഇങ്ങനൊന്നും ആവേണ്ട ആളല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്കൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരുപാട് പ്രത്യാശകളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബാല്യത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സിനെ കിടുക്കിക്കളഞ്ഞ, നടുക്കിക്കളഞ്ഞ, എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവം. എൻ്റെ ഇക്കാക്കാൻ്റെ പോക്കറ്റിൽ നിന്നൊരു 25 പൈസ കാണാതെയായി. പുഴക്കരയിൽ എൻ്റെ കൂട്ടുകാരോടൊത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് ഇക്കാക്ക വന്നു. എന്നോട് ചോദിച്ചു, എടാ നീ ആ 25 പൈസ എടുത്തോ? ആ 25 പൈസ നീ എടുത്തോ? വളരെ നിഷ്കളങ്കമായി ഞാൻ എൻ്റെ ഇക്കാക്കാനോട് പറഞ്ഞു, ഇല്ല ഇക്ക, ഞാൻ എടുത്തിട്ടില്ല, ചിലപ്പോൾ കട്ടിൻ്റെ അടിയിലോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് പോയി നോക്കാവാ എന്ന് പറഞ്ഞ എന്നെ എൻ്റെ ഇക്കാക്ക പ്രഹരിച്ചു. എൻ്റെ സ്വന്തം സഹോദരൻ, എൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ പിറന്നവൻ എന്നെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് പ്രഹരിച്ചു. അവിടെയും അവസാനിപ്പിച്ചില്ല. എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് എൻ്റെ അടിവസ്ത്രമടക്കം അവൻ അഴിപ്പിച്ചു. എൻ്റെ അടിവസ്ത്രം അടക്കം അവൻ അഴിപ്പിച്ചു. എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ നാണം കെട്ടു. ഞാൻ ഇന്നനായി, ഞാൻ എളിപ്യനായി. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഇതിന് ഞാൻ പകരം വിട്ടു. എൻ്റെ ഇക്കാക്ക ഏതൊരു കാര്യമാണോ എന്നെ ആരോപിച്ചത്, അതേ പ്രവൃത്തി ഞാൻ ചെയ്യും. ഒരു തവണ ഞാനത് ചെയ്യും. അങ്ങനെയാണ് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച, വീട്ടിലെന്തോ ആവശ്യത്തിന് വെച്ച പണം എടുത്ത് ചങ്ങായിമാരെ കൂട്ടി ഞാൻ ഒരുപാട് ചെലവഴിച്ചു, ആഘോഷിച്ചു. ആ ഒരു കളവ് ഞാൻ നടത്തി. എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതിനുശേഷം വേറെ കളവുകൾ നടത്തണമെന്ന്. പക്ഷേ അതിനുശേഷം എൻ്റെ വീട്ടിൽ എന്ത് കാണാതായാലും, എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ വീട്ടുകാരെന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സംശയദൃഷ്ടിയോടുകൂടി എന്നെ നോക്കാൻ തുടങ്ങി, എന്നെ വിമർശിക്കാൻ തുടങ്ങി. നാട്ടിൽ മുഴുവൻ വീട്ടിൽ കള്ളൻ എന്ന പേരായി. അത് ക്രമേണ അയൽ വീടുകളിലേക്കും നാട്ടിൽ മുഴുവൻ പാട്ടായി. സ്കൂളിൽ എനിക്ക് കള്ളൻ എന്ന പേര് കിട്ടി. കുട്ടികളുടെ പെൻസിൽ കാണാതെയാകുമ്പോൾ, പെണ്ണ് കാണാതെയാകുമ്പോൾ, റബ്ബർ കാണാതെ, എറൈസർ കാണാതെയാകുമ്പോൾ കുട്ടികൾ എന്നെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി, എന്നെ സംശയദൃഷ്ടിയോടെ നോക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ വലിയ കള്ളനായി മാറി. പലപ്പോഴും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും കരകയറി വരണം, അള്ളാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തപിക്കണം എന്നാഗ്രഹിച്ച് ഞാൻ നല്ല ഒരു ജീവിതത്തിലേക്ക്, നോർമലായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ സമുദായവും എൻ്റെ കുടുംബവും കള്ളത്തരത്തിലേക്ക് എന്നെ ചവിട്ടിയിട്ടു. എന്നിട്ട് അവരെന്നെ പീഡിപ്പിച്ചു, അവരെന്നെ വേദനിപ്പിച്ചു, അവരെന്നെ പ്രയാസപ്പെടുത്തി. ഇന്ന് ഞാൻ മരിക്കാനായി, എൻ്റെ ജീവിതം ഏകദേശം അവസാനിക്കാനായി. ഞാൻ മോഷണം നടത്തിയിട്ട് വർഷങ്ങളായി. പക്ഷേ എങ്കിലും തെരുവിലൂടെ ഞാൻ നടക്കുന്ന സമയത്ത് ആളുകൾ കൈ ചൂണ്ടിക്കൊണ്ട് പറയും, അതാ കള്ളൻ പോകുന്നു. മക്കൾക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കും, ഓനെപ്പോലെ നീ ആകരുത് മോനെ, എന്ത് തെറ്റ് ഞാൻ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കള്ളന്റെ ജീവിതം നശിക്കാൻ, ഈ ഒരു കള്ളന്റെ ജീവിതം മുഴുവൻ വഴിയാധാരമാകാൻ, ഈ ഒരു കള്ളന്റെ ജീവിതം ഒരു മനുഷ്യജന്മത്തിനും എത്രയോ അപ്പുറത്ത് പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണം എന്താണ്? സ്വന്തം ഉമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരൻ ഒരു സംശയത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ ഒരു കാര്യം, വാക്കുകൾ അല്ലേ സഹോദരങ്ങളെ? നമ്മുടെ മക്കളോട്, നമ്മുടെ അനുജന്മാരോട്, നമ്മുടെ കൂട്ടുകാരോട് വാക്കുകൾ പറയുമ്പോൾ, അവരോട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ പാവത്തിൻ്റെ ജീവിതത്തെ മുഴുവനും നമ്മുടെ ആ പ്രവൃത്തി, നമ്മുടെ ആ വാക്കുകൾ ബാധിച്ചേക്കാം. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ലാ യസ്ഖറ ഖൗമും മിൻ ഖൗം. ഒരു സമുദായം മറ്റൊരു സമുദായത്തെ പരിഹസിച്ചു പോകരുത്. ഒരു മദ്രസയിൽ പഠിപ്പിക്കാൻ പോയ സമയം, സാധാരണ അധ്യാപനം പരിചയമില്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോയാൽ കുട്ടികളുമായി കൂടുതൽ അടുക്കാറാണ് പതിവ്. ഒരു ക്ലാസ്സിലേക്ക് ചെന്നു, കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെയൊക്കെ പേരൊന്ന് പറയൂ. അതിലൊരു കുട്ടി പറഞ്ഞ പേര്, എൻ്റെ പേര് പേരക്ക എന്നാണ്. 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഓൻ എന്നെ കളിയാക്കിയതാണ്, ഓനറിയുന്ന സാമർത്ഥ്യം ഉപയോഗിച്ച് കളിയാക്കിയതാണ്. എൻ്റെ പേര് പേരക്കയാണ്. ശരി, ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചു. പോക്കിരിയാണ്, മദ്രസയിലെ ഏറ്റവും നല്ല പോക്കിരിയാണ്. ഞാൻ അവൻ്റെ വാപ്പാനോട് സംസാരിച്ചു. അവൻ മുന്നിലുണ്ട്. അവൻ്റെ വാപ്പ പറഞ്ഞു, മൗലവി ഓ നന്നാവൂല,
ഓൻ നന്നാവില്ല, ഓൻ്റെ കാര്യങ്ങൾ വിട്ടേക്ക്, ഓൻ നന്നാവില്ല, ഓനൊരിക്കലും നേരെയാവാൻ പോണില്ല. എത്ര ഉപദേശിച്ചു കൊടുത്തു, എന്തൊരു സാധനമാണിത്, ഇതെന്തിനാ ജനിച്ച പഠിച്ചോരെ, എന്നെ അലാക്കാക്കാൻ എന്നൊക്കെ പറഞ്ഞ് അയാൾ 2-3 വർത്താനം. സത്യത്തിൽ വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ അയാളെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനല്ല, നിങ്ങളാണ് വൃത്തികെട്ടവൻ, നിങ്ങളുടെ മകനല്ല. ആ 3 വയസ്സ് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള 7 വയസ്സുള്ള ആ ബാലൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ അവന്റെ അബോധ മനസ്സ് സ്വീകരിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും അവന്റെ മുഖത്ത് നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അവനെ അഭിനന്ദിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയല്ല, പള്ളിയിൽ നിന്നാണല്ലോ സംസാരിക്കണത്. അവിടെ നിന്ന് ഏകദേശം ഒരു 2-3 ആഴ്ച ആ മദ്രസയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവന് ഏറ്റവും നല്ലൊരു കുട്ടിയായി തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അത് മായാജാലുള്ളതുകൊണ്ടോ കറാമത്തുള്ളതുകൊണ്ടോ അല്ല. ആദ്യം ചെയ്തത് സദറിൻ്റെ അനുവാദത്തോടു കൂടി ആ കുട്ടിയെ മദ്രസയിലെ ലീഡറാക്കി. അതിനുശേഷം മോന് വല്ലാത്ത മാറ്റം. ഞാൻ ലീഡറാണ്, ഞാൻ എങ്ങനെ വൃത്തികേട് കളിക്കുക? മദ്രസയിൽ എപ്പോഴും താമസിച്ചു വരുന്നോ കുറച്ച് നേരത്തെ വരാൻ തുടങ്ങി. നേരത്തെ വരുമ്പോഴൊക്കെ മനഃപൂർവ്വം അവനെ അഭിനന്ദിച്ചു. ആ അഭിനന്ദനങ്ങൾ അവൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നത് വരെ അവനെന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. ആഴ്ചയിൽ വിളിക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മെൻറ്റാലിറ്റി മാറ്റാൻ, അവൻ്റെ ആ ഒരു സ്വഭാവം മാറ്റാൻ കാരണക്കാരനായി. അൽഹംദുലില്ലാ സഹോദരങ്ങളെ, ഇവിടെ ആ നല്ല വാക്കുകൾ, ആ പിഞ്ചു ബാലൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത നല്ല വാക്കുകൾ അവന് മറ്റൊരു വ്യക്തിയായി രൂപീകരിക്കുകയാണ്. അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത മോശം വാക്കുകൾ അവന് മോശമായൊരു വ്യക്തിയായി രൂപീകരിക്കുകയാണ്. ഒരു കുട്ടിയെ നാം വിമർശിക്കുന്ന സമയത്ത്, അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് അവൻ തകർന്നു പോകാൻ, അവൻ നന്നാവല്ല. എൻ്റെ വാപ്പ എന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ നന്നാവാ അല്ല, അതല്ല ഉണ്ടാവുക. അവൻ മോശമാണ് ചെയ്യുക. മക്കളോടായാലും ആരോടായാലും നല്ല വാക്കുകൾ മാത്രം സംസാരിച്ച് ശീലിക്കുക, നല്ല വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞ് ശീലിക്കുക. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞത്, കുത്തുവാക്കുകൾ നിങ്ങൾ പറയരുത്, മനസ്സ് വേദനിപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങൾ പറയരുത്. കാരണം ഒരുപക്ഷെ അതൊരുവന്റെ ജീവിതത്തെ മുഴുവനും ബാധിച്ചേക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ തന്നെ വിശദീകരിക്കുകയാണ്, ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. വിശ്വാസത്തിന് ശേഷം, ഷഹാദത്ത് നെഞ്ചിലേറ്റിയതിനു ശേഷം, പരലോകമുണ്ടെന്ന് വിശ്വസിച്ചതിന് ശേഷം ആരാണോ വൃത്തികെട്ട അധാർമികമായ പേരുകൾ ഉപയോഗിക്കുന്നത്, അവരെക്കാൾ വൃത്തികെട്ടവരായി മറ്റാരാണുള്ളത്? ഫാസിഖിന്റെ മാർഗം ആരാണോ സ്വീകരിക്കുന്നത്, അവരെക്കാൾ വൃത്തികെട്ടവരായി മറ്റാരാണ് ഈ ലോകത്തുള്ളത്? ഇവിടെ ഫാസിഖ് എന്ന് പറഞ്ഞല്ലോ, ഫുസൂഖ്, ഫാസിഖ്. ഈ ഫാസിഖുകളെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് ഫാസിഖ്? നമ്മുടെ ജീവിതത്തിൽ നാം ഇടപഴകുന്ന നിഖില സമസ്ത മേഖലകളിലും ഫാസിഖ് ഉണ്ട്. LKG ഒരു ഫാസിഖ് അല്ലേ, UKG ഫാസിഖ് ഉണ്ടാവും, 1-ാം ക്ലാസ്സിലുണ്ടാവും ഫാസിഖ്, 2-ാം ക്ലാസ്സിലും ഫാസിഖ് ഉണ്ടാവും, 3-ാം ക്ലാസ്സിലും ഫാസിഖ് ഉണ്ടാവും. 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരടക്കം എനിക്ക് ഓർമ്മയുണ്ട്. ടീച്ചറുടെ കസേരക്ക് മുള്ള പോയി പിന്നി വെക്കാൻ, ടീച്ചറെ പുറകിൽ നിന്ന് കൊഞ്ഞനം കുത്താനൊക്കെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ എല്ലാവരും കൂടി പിരികേറ്റി എന്ത് ചെയ്യും? ഓനോല് പറഞ്ഞതൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. എന്ത് പറഞ്ഞാലും അവനത് ചെയ്തോളൂ, അല്ലേ? അങ്ങനെ ഒരാളുണ്ടാവും, ഈ കൂട്ടത്തിലുണ്ടാവും. എവിടെയും ഏത് പ്രവർത്തന സംഗമത്തിലായാലും സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടിയിലായാലും എന്തെങ്കിലും ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പ് മുഴുവൻ കടന്നില്ലെന്ന ഒരാളുണ്ടാവും. അയാളെ മൂപ്പിച്ച് അയാളെ പുളിമ കേട്ടിട്ട് അയാളെ കൊണ്ടത് ചെയ്യിക്കും. അവരെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? സമൂദ് ഗോത്രം സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, സാലിഹെ, നീ പറയുന്നു ഒറ്റ പടച്ചവനുള്ളൂ, ശരി, നമ്മൾ അംഗീകരിക്കുക ഒറ്റ പടച്ചവനുള്ളൂ. അതിനെ നീ ഒരു കാര്യം ചെയ്യണം. എന്താ? ആ കാണുന്ന പാറക്കടയിൽ നിന്ന് ഒരു ഒട്ടകത്തെ നീ വരുത്തിക്കണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുക, എന്നാൽ ഞങ്ങൾ ഒറ്റ പടച്ചവനുള്ളെന്ന് വിശ്വസിക്കുക. അങ്ങനെ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഒരു ഒട്ടകത്തെ വരുത്തിച്ചു. എന്നിട്ട് ആ ഒട്ടകം അവർക്കൊരു പരീക്ഷണമായി. അള്ളാഹ് പറഞ്ഞു, അതിനെ അറുക്കാൻ പാടില്ല, അതിൻ്റെ വെള്ളം കുടിക്കുന്ന സ്ഥലം നിങ്ങൾ കയ്യേറാൻ പാടില്ല. പക്ഷേ അതവർ നിഷേധിച്ചു, അതിനെ അറുത്ത് കളയുകയും ചെയ്തു. സൂറത്ത് ഷംസിലെ വാക്കാണ്. ഇവിടെ അള്ളാഹ് പറഞ്ഞൊരു വചനമുണ്ട്, അവരിൽ ഏറ്റവും നിർഭാഗ്യവാനായ ഒരാൾ എഴുന്നേറ്റ് നിന്ന സമയം.
അവരിൽ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന സമയം എന്തിനാണ്? അല്ല പറഞ്ഞ കാര്യത്തിനെതിരെ പ്രവർത്തിക്കാൻ, പടച്ച തമ്പുരാൻ അറുക്കരുതെന്ന് പറഞ്ഞ ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി അവരിൽ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന സമയം. ആരാണ് ഈ നിർഭാഗ്യവാൻ? ഫാസിഖാണ്. ആളുകൾ പുളിമക്കേറ്റുമ്പോൾ പുളിമക്കേറിക്കൊണ്ട് വേണ്ടാധീനം ചെയ്യുന്ന പുളിച്ചുമ്മക്കയറിയാണ്. അയാളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യൻ. അല്ലേ? കോളേജുകളിൽ റാഗ് ചെയ്യാൻ സീനിയേഴ്സ് ഏതെങ്കിലും ഒരു പുളിമക്കേറ്റി ഉണ്ടാവും. ഓൻ്റെ അടുത്ത് പോയി എല്ലാവരും, സഹോദരങ്ങളെ, വാർഡന്മാരെ ഉപദ്രവിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള അക്രമങ്ങളാണ് ഇത്തരത്തിലുള്ള ആളുകൾ അയച്ചുവിടുക. എന്തൊക്കെ തരത്തിലുള്ള അക്രമങ്ങളാണ്. കോളേജിൽ പഠിക്കുന്ന സമയം ഒരു വാർഡൻ എന്തോ ഒരു ചെറിയ ശിക്ഷ നൽകിയതിന് വേണ്ടി ആ വാർഡനോട് ചെയ്തെന്താ നിങ്ങൾ? ഇത്തരത്തിൽപ്പെട്ട ഒരു ചെറുക്കനെ, ഒരു യുവാവിനെ മറ്റു കുട്ടികൾ കൂടി പുളിമക്കേറ്റി അവസാനം അയാൾ ചെയ്തെന്താ അറിയോ? നായ്ക്കൊരണ പൊടി ഉണ്ടല്ലോ, അതെടുത്ത് ഈ മനുഷ്യൻ്റെ അടിവസ്ത്രത്തിൽ ഇട്ട് കൊടുത്തു. അയാൾ അലക്കി വെച്ച വസ്ത്രത്തിൽ നായ്ക്കൊരണ പൊടി വിതറി. ആ പാവ ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്ന്. ആലോചിച്ച് നോക്ക്. ഇവരെക്കുറിച്ച്, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞെന്താ അറിയോ? ഏറ്റവും നിർഭാഗ്യവാന്മാരായ ആളുകൾ. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും തലപ്പത്തുണ്ടാകുക. ഏറ്റവും തലപ്പത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുക. സാധാരണ സ്കൂളിൽ ബെഞ്ച് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, ആ ബെഞ്ച് അറേഞ്ച്മെന്റിനനുസരിച്ച് മനഃശാസ്ത്രത്തെ പണ്ടത്തെ മാഷന്മാർ വിശദീകരിക്കാറുണ്ട്. അതെങ്ങനെയാ? ഒന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ അവർ ടീച്ചർ മാത്രം ശ്രദ്ധിക്കുള്ളൂ. ടീച്ചർ എന്താണോ പറയുന്നത് അതുപോലെ ബുക്കിലേക്ക് എഴുതിയെടുത്ത് ടീച്ചർ മാത്രം ശ്രദ്ധിക്കും. ഓലെന്താവും? ഡോക്ടറോ എഞ്ചിനീയറോ ആയി നല്ലൊരു സേഫ് പ്രൊഫഷനിൽ അങ്ങനെ ജീവിച്ചു പോകും. രണ്ടാമത്തെ ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ടീച്ചറെയും ശ്രദ്ധിക്കും, അതേപോലെ പുറത്തും ശ്രദ്ധിക്കും. രണ്ടും ശ്രദ്ധ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ എന്താവും? ഭാവിയിൽ IAS കാരോ IPS കാരോ ഒക്കെ ആയി സിവിൽ സർവീസും അങ്ങനെയുള്ള ആളുകളായി മുന്നിലുള്ള ബെഞ്ചുകാരെ ഭരിക്കും. ഇനി മൂന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളോ, ഓൽക്ക് ടീച്ചറെ യാതൊരു ശ്രദ്ധ ഉണ്ടാവില്ല. ടീച്ചർ ഓല് തിരിഞ്ഞു നോക്കില്ല, മുഴുവൻ പുറത്തേക്കായിരിക്കും. എന്താണ് പുറത്ത് നടക്കുന്നത് അതായിരിക്കും അവരുടെ ശ്രദ്ധ. അവർ രാഷ്ട്രീയക്കാരായി ഈ മുന്നിലുള്ള രണ്ട് ബെഞ്ചുകാരെയും ഭരിക്കും. ഇനി നാലാമത്തെ ബെഞ്ചുകാരുണ്ട്, അവർക്കുണ്ടല്ലോ ടീച്ചർ മുഖത്തും ശ്രദ്ധ ഉണ്ടാവില്ല, പുറത്തും ശ്രദ്ധ ഉണ്ടാവില്ല. അവർക്ക് താഴോട്ടായിരിക്കും ശ്രദ്ധ. അവർ അണ്ടർ വേൾഡ് നൊട്ടോറിയസ് ക്രിമിനലുകളാവും. എന്നിട്ട് ഈ മുന്നിലുള്ള 3 ബെഞ്ചുകാരെയും ഭരിക്കും. ഇനി വേറൊരു വിഭാഗം കൂടിയുണ്ട്, അവരെ സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാരാ. അവർ ഈ 4 ആൾക്കാരെ ഇങ്ങനെ സ്കാൻ ചെയ്യും. മാധ്യമക്കാരാ, അവരെല്ലാവർക്കും പേടിയാണ്. ഇത് സ്കൂൾ ബെഞ്ച്. പക്ഷെ ഇവിടെ ഫാസിഖുകളാണ് എല്ലാവരെയും ഭരിക്കുക. അവർക്കാണ് എപ്പോഴും സമുദായത്തിൽ ആധിപത്യം ഉണ്ടാകുക. പക്ഷേ ഇവിടെ മാത്രമേ ആധിപത്യം. കത്തിയാളുന്ന നരകത്തിലേക്ക് പടച്ച തമ്പുരാൻ അവരെ വലിച്ചെറിയുന്നതാണ് പിന്നീട്. അപ്പോൾ ആ ഫാസിഖുകളിൽ നമ്മൾ പെടാൻ പാടില്ല. ഫസ്ഖിന്റെ നാമങ്ങളും വർത്തമാനങ്ങളും നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരടി സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളിങ്ങനെ കാറെടുത്ത് പോവാണ്. അപ്പോൾ ഒരാൾക്കൂട്ടം ഇങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാർ ഓഫ് ചെയ്ത് പെട്ടെന്ന് കീയൊക്കെ എടുത്ത് ഇറങ്ങിപ്പോകും. എന്തിനാ പോണത്? അടി പിടിച്ചു വെക്കാനാ? അതൊന്ന് കാണാൻ, ആ രംഗം ഒന്ന് കാണാൻ. കഴിഞ്ഞു പോയാലോ? കഴിഞ്ഞല്ലോ പറഞ്ഞത് സത്യല്ലേ, ഞാൻ വെറുതെ പറയണതല്ലോ. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എത്ര ബന്ധപ്പെട്ട് നമ്മൾ പോവും. എന്തൊരു ചേതോ വികാരമാണ് നമ്മ അതിനെ നയിക്കുന്നത്. ഫസാദിനോടും ഫിത്നയോടുമുള്ള ഒരു ഇഷ്ടമല്ലേ? ആരാൻ്റെ ഉമ്മാക്ക് പിരാന്തളകുമ്പോൾ കാണാൻ എന്ത് രസം എന്ന് പണ്ടത്തെ ആളുകൾ പറയാറുണ്ട് അല്ലേ? മറ്റുള്ളവൻ തമ്മിൽ തല്ലുമ്പോൾ ആ ഫസാദും ഫിത്നയും കാണാൻ പ്രത്യേക രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് കാണുമ്പോൾ ചില സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ തല്ലുമ്പോൾ ചുറ്റിലും കൂടി നിർന്ന് കൈമുട്ടി പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ ആളുകൾ പിടിച്ചു വെച്ചു, ഇപ്പോൾ പിടിച്ചു വെക്കാനൊന്നും ആളുകൾക്ക് നേരമില്ല. കുറച്ച് നേരം സീനിങ്ങനെ കാണും, എന്നിട്ട് പൊടിയും തട്ടി എന്നിട്ട് പോകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. സഹോദരങ്ങൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫസാദിനോടും ഫിത്നയോടും അവൻക്ക് വെറുപ്പുണ്ടാകണം, വിദ്വേഷമുണ്ടാകണം. ആ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഒന്നിക്കിൽ അത് തടയുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുക. ഈ 2 നിലപാട് മുസ്ലിം സ്വീകരിക്കാൻ പാടില്ല. അവിടെ സീന് കാണാൻ പോയി നിൽക്കരുത്. അത് ഒരു തരത്തിലുള്ള ഭീരുത്വമല്ലേ സഹോദരങ്ങളെ? ഒരു തരത്തിലുള്ള ദൂരെ നിന്ന് കൈയും കെട്ടി അടി നോക്കി നിൽക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ, നാറിപ്പുളിച്ച നീചവും നികൃഷ്ടവുമായ ഒരു ഭീരുത്വമാണ്. അത് നമ്മുടെ പക്കൽ നിന്ന് ഉണ്ടാവരുത്. ഒരു മുസ്ലിമിന്റെ പക്കൽ നിന്ന് അതുണ്ടാവരുത്. 2 ആളുകൾ തമ്മിൽ തല്ലുന്ന കാണുമ്പോൾ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ പോയി പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ പോലും.
പക്ഷേ അപകടത്തിലേക്ക് എടുത്ത് ചാടാനല്ല പറയുന്നത്. അവിടെ ചെന്ന് അവരെ പിടിച്ചു വെക്കാനുള്ള ഒരാണത്തവും ചങ്കൂറ്റവും നമുക്കുണ്ടാകണം. ദൂരെ നിന്ന് അടികണ്ട് ആസ്വദിക്കുന്ന, ചോര കുടിക്കുന്ന ചെന്നായയുടെ സ്വഭാവം അത് നമുക്കുണ്ടാവാൻ പാടില്ല. അത് ഖുർആനെതിരാണ്, ഒരു മുസ്ലിമിന് പറ്റാത്ത സ്വഭാവമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആരാണോ പശ്ചാത്തപിക്കാത്തത്, ആരാണോ പ്രായശ്ചിത്തം ചെയ്യാത്തത്, ആരാണോ ചെയ്ത തെറ്റിൽ നിന്ന് പിന്മാറാത്തത്, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് ഏറ്റവും അക്രമകാരികളായ ആളുകൾ. ഒരാളൊരു തെറ്റ് ചെയ്യുക, എന്നിട്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ അയാൾക്ക് മനസ്സിലാതിരിക്കുക, അതെന്തിൻ്റെ അടയാളാ? അതെന്തിൻ്റെ അടയാളാ അറിയോ നിങ്ങൾക്ക്? എന്തിൻ്റെ അടയാളാ? അഹങ്കാരത്തിൻ്റെ അടയാളാണ്. അഹങ്കാരത്തിൻ്റെ അടയാളാണ്. ഈ അഹങ്കാരികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഹങ്കാരികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓല വിചാരം ഒരു ഭയങ്കര സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. നബി എന്താ പറഞ്ഞത്? ചില ആളുകളുണ്ട് സമൂഹത്തിൽ, ഓല വിചാരം എന്താ അറിയോ? ഒരു ഭയങ്കര സംഭവമാണെന്നാണ്. എല്ലാവർക്കും ഓല ഭയങ്കര ബഹുമാനാണെന്നാണ്. പക്ഷേ അവരുടെ മനസ്സിലുള്ള ചിന്തയാണ്, സത്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു പന്നിയുടെ വില പോലും അവർക്കുണ്ടാവില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരു പന്നിയുടെ വില പോലും ഇത്തരത്തിലുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. ഇത് എന്തിൽ നിന്നുണ്ടാവുന്ന? അഹങ്കാരത്തിൽ നിന്ന്. അഹങ്കാരം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വരുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത് ഹെഡ് വെയിറ്റ്. അസ്സലാമു അലൈക്കും ഇക്ക. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്തിനാ ഇത്ര ഹെഡ് വെയിറ്റ്? അറ്റാക്ക് വന്നു പോകും. ചില ആളുകളുടെ ഹെഡ് വെയിറ്റും കളിയൊക്കെ കണ്ടാൽ സുബ്ഹാനല്ലാഹ്, എന്താ അയാൾക്കൊക്കെ പടച്ചോൻ കൊടുത്തത് നാം ചിന്തിച്ചു പോകും. അതുപോലെ അഹങ്കാരത്തിൽ നിന്ന് വരുന്ന വേറൊരു ദുസ്വഭാവമാണ് തർക്കം. തൊട്ടേനും എടുത്തതിനും തർക്കിക്കുക. ഇപ്പം രാത്രിയാണെന്ന് മൂപ്പരോട് പറഞ്ഞാൽ, എനിക്ക് എത്ര വയസ്സായി? നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 30 വയസ്സ്. എനിക്ക് 45 വയസ്സായി. 15 കൊല്ലം നിന്നെക്കാൾ കൂടുതൽ ഞാൻ രാത്രി കണ്ടിട്ടുണ്ട്. ഇത് രാത്രിയല്ലട്ടാ, ഇത് പകലാ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അയാൾ സ്ഥാപിക്കും. പിടിച്ച മുയലിന് കൊമ്പ് 3 ഒരു തരത്തിലും സമ്മതിക്കൂല. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അത് അഹങ്കാരത്തിൽ നിന്നുണ്ടാവുന്നതാ. എന്താ ഇബാദുർ റഹ്മാനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്? അവരോട് വിവരമില്ലാത്ത ആളുകൾ തർക്കിക്കാൻ വരുമ്പോ, ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത ആളുകൾ അവരോട് തർക്കിക്കാൻ വരുമ്പോ അവർ പറയുകയാണ്, സലാമാ സലാമാ, നിങ്ങൾക്ക് സമാധാനമാണ്, സമാധാനമാണ്, ഞങ്ങളില്ല, ഞാൻ തോറ്റു തന്നു, ഞാൻ തോറ്റു, നീ ജയിച്ചു, പോയിക്കോ മോനെ, നിന്നോട് ഞാനില്ല എന്ന് പറയാൻ കഴിയണം. അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വിനയാണ്. അഹങ്കാരം ഇല്ലായ്മ വാജിബാണ്, നിർബന്ധമാണ്. എന്നാൽ വിനയം ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? മുസ്തഹബാണ്. വിനയം ഉണ്ടായിട്ടില്ല എന്ന കാരണം കൊണ്ട് ഒരാൾ എന്ത് ചെയ്യില്ല? നരകത്തിലേക്ക് പോലെ. പക്ഷേ അഹങ്കാരം ഉണ്ട് എന്ന കാരണം കൊണ്ട് ഒരാൾ എന്ത് ചെയ്യും? നരകത്തിലേക്ക് പോകും. ആരുടെയെങ്കിലും മനസ്സിൽ അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അവൻ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. എങ്ങനെ നമുക്ക് അഹങ്കാരം ഉണ്ടെന്ന് മനസ്സിലാകും? വിനയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകാം? ഞാനൊരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഉറക്ക് വരാത്ത ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഭയങ്കര സംഭവമാണ്, ഫേമസ് ആണ്. ആ കമ്പനിയിലെ എല്ലാ ആളുകളും സകല സംശയത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്താണ് വരിക. എന്നിട്ട് നിങ്ങളോടാണ് സംശയം ചോദിക്കുക, നിങ്ങളുടെ നോളജിനെ കുറിച്ച്, നിങ്ങളുടെ വിവരത്തിനെ കുറിച്ച്. അവിടെ ആകെ പാട്ടാണ്. മാനേജർമാർ പലപ്പോഴും വന്ന് പുറത്ത് തട്ടി നിങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഫേമസ് ആണ് നിങ്ങളവിടെ. അപ്പോഴാണ് ഒരാൾ വരുന്നേ, ഒരു ചങ്ങായി വരുന്നേ. അയാൾ വന്ന് ഒരാഴ്ച കഴിയുന്നതിൻ്റെ ഉള്ളിൽ അയാൾ നിങ്ങളെപ്പോലെ പേരെടുത്തു. അയാളെ എല്ലാവരും ബഹുമാനിക്കാൻ തുടങ്ങി. അയാളെടുത്തും എല്ലാവരും സംശയം ചോദിക്കാൻ പോകാൻ തുടങ്ങി. അപ്പം മനസ്സിൽ തോന്നുന്നൊരു വികാരമുണ്ട്, അതിൻ്റെ പേരാണ് അസൂയ. ഇനി വിനയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം മനസ്സിൽ തോന്നുന്ന വികാരമാണ് അസൂയ. ഇനി വിനയം എന്താണെന്നറിയോ? ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരു മത്സരത്തിൽ, ഞാനോ വലുത് നീയോ വലുത്, നീയോ വലുത് ഞാനോ വലുത് എന്ന ഒരു മത്സരത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രശ്നം നേരിടാണ്. പരിഹരിക്കാനാകാത്തൊരു പ്രശ്നം, പരിഹാരം കണ്ടെത്താനാകാത്തൊരു പ്രശ്നം. ആ പ്രശ്നത്തിന് നിങ്ങളുടെ മനസ്സിൽ ബോധ്യമുണ്ട്, അയാളെടുത്ത് പോയാൽ ഇതിന് പരിഹാരമുണ്ട്, ആ മനുഷ്യൻ്റെ അടുത്ത് പോയാൽ ഇതിന് പരിഹാരമുണ്ട്, അയാളത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ അയാളെടുത്ത് പോയി, എനിക്കിതറിയില്ല സഹോദര, എന്താണിത്, ഇതിൻ്റെ വസ്തുത എന്താണ്, ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിൻ്റെ പേരാണ് വിനയം. എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിനയം. എന്ന് ചോദിക്കാൻ കഴിയുന്നില്ലേ, അതിൻ്റെ പേര് വിനയം ഇല്ലായ്മ എന്നാണ്. അഹങ്കാരം എന്ന് പറയാൻ കഴിയൂല, അഹങ്കാരം ഉള്ളതുകൊണ്ടാണെന്ന് പറയാൻ കഴിയൂല. വേറൊരു ഉദാഹരണം, നിങ്ങൾ ഒരാളുടെ കടം ചോദിക്കുകയാണ്.
നിങ്ങൾ വിളിച്ചു, എടാ അത്യാവശ്യമായിട്ട് ഒരു 2000 റിയാൽ വേണം, എങ്ങനെയെങ്കിലും നിനക്കൊന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? അവൻ പറയാൻ, ഒന്ന് പോടാ അവിടുന്ന്, ഞാനാകെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇടങ്ങേറിലായി നിൽക്കുകയാണ് മനുഷ്യൻ, അല്ലെങ്കിൽ തന്നെ ടൈറ്റാ, നാട്ടിൽ നിന്ന് വേറെ വിളി, ഇവിടുന്ന് വേറെ വിളി, അവിടുന്ന് വേറെ വിളി, നിന്റെ വക വേറെ 2000 റിയാൽ, ഞാൻ എന്താ നിന്നെ കെട്ടിക്കണോ, നിന്റെ മോളെ കെട്ടിക്കണം, നിന്റെ പെങ്ങളെ കെട്ടിക്കണോ, പിന്നെ ഞാൻ തന്നെ നിനക്ക് പൈസ തരുന്നത് 4 കയറ്റം. സ്വാഭാവികമായിട്ട് കുറച്ചൊരു അഭിമാനവും അന്തസ്സുള്ള ഒരാൾ, അയാൾ എന്താ വിചാരിക്കുക, പടച്ചോനെ തന്നെ വിളിച്ചു കുടുങ്ങിപ്പോയല്ലോ, ഇവനെ വിളിച്ചു കുടുങ്ങിപ്പോയല്ലോ അല്ലേ, അവൻ ഫോൺ അവിടെ വെക്കും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഇതേ ചങ്ങായി തിരിച്ചു വിളിക്കുക, എന്നിട്ട് പറയാനെടാ സോറി കേട്ടോ, സോറി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, എൻ്റെ അടുത്ത് 2000 റിയാൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, ആ ഉണ്ടോടാ, എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്ന് പറയാൻ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അയാൾ സോറി പറഞ്ഞ് 2000 റിയാൽ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ ആ റിയാൽ അവിടെ പോയി വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? മനസ്സിൽ വിനയുണ്ട്, അത് കഴിയുന്നില്ലേ? വിനയില്ല. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിൻ്റെ ഉത്തമരായ ദാസന്മാർ അവർ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? താഴ്മയുള്ളവരായിരിക്കും. അതുപോലെ അഹങ്കാരം പോലെ നമ്മുടെ മനസ്സിലുള്ള വേറൊരു രോഗമാണ് അസൂയ. അസൂയ വല്ലാത്തൊരു രോഗമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫലഖിലൂടെ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, പടച്ചോനെ അസൂയാലോ അസൂയപ്പെടുമ്പോൾ അവൻ്റെ ഷറിൽ നിന്ന് പടച്ചോനെ നീ എന്നെ കാക്കണേ റബ്ബേ എന്ന് സൂറത്തുൽ ഫലഖിന് പടച്ചോൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അസൂയൻ്റെ ഓപ്പോസിറ്റ് എന്താണ് നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞേ, അസൂയൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അറിയില്ലേ? അസൂയൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എന്താ നബീല അസൂയൻ്റെ ഓപ്പോസിറ്റ്? അസൂയൻ്റെ ഓപ്പോസിറ്റ് വിശാലത. അസൂയൻ്റെ ഓപ്പോസിറ്റ് വിശാലത അല്ലേ? വിശാലത ഉള്ള ഒരാൾക്ക് അസൂയ ഉണ്ടാവും? ഇല്ല. അസൂയുള്ള ഒരാൾക്ക് വിശാലത ഉണ്ടാവും? ഇല്ല. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ലൊരു മാതൃകയുണ്ട്. അതിൻ്റെ മുമ്പേ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു +2 പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക. അല്ല, വിചാരിക്കാനാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് ഒരു ഉപരിപഠനത്തിന് വേണ്ടി പോകണം. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ മീൻ മാർക്കറ്റിലേക്ക് പോവാണ്. മീൻ മാർക്കറ്റിൽ പോയി ഞാൻ മീൻ വാങ്ങുന്ന സമയം അവിടെ നാട്ടിലൊരു വലിയ ഹാജിയാർ, ഭയങ്കര പ്രമാണിയാണ്. മൂപ്പരിങ്ങനെ മീൻ വാങ്ങാണ്, വലിയ വിലയുള്ള മീനൊക്കെ ഇങ്ങനെ വാങ്ങാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മൂപ്പരെങ്ങനെ നോക്കി, മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം പറയാണ്. ഞാൻ മൂപ്പരെങ്ങനെ നോക്കി, അപ്പോൾ മൂപ്പരെ പാൻറ്റ് നെരിയാണിക്ക് താഴെ. അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് പറഞ്ഞേക്കുക, നിങ്ങളുടെ പാൻറ്റ് നെരിയാണിക്ക് താഴെ കേട്ടോ, അതൊന്ന് കുറച്ച് കയറ്റി കൊടുത്തൂടെ. മൂപ്പരെന്നെ ഇങ്ങോട്ട് നോക്കി, എന്നിട്ട് പോയി. +2ൻ്റെ റിസൾട്ട് വന്നല്ലോ, എനിക്ക് ഉപരിപഠനത്തിന് പോകണം. അതിന് ആരുടെങ്കിലും സഹായം ചോദിക്കണം. ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പോവുക, ഈ പാൻറ്റ് കയറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പോവുക. കണ്ടപാടെ എന്താ നീയാ വാ, വിളിച്ച് കയറ്റി ഉള്ളിലിരുത്തി ചായയൊക്കെ തന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ എൻ്റെ പ്രശ്നം? ഞാനിങ്ങനെ പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ പക്കൽ നിന്നുണ്ടാവും? അവിടെ വെക്കണ ചായ, ഇറങ്ങിപ്പോടും. 4 കയറ്റം. എന്തായിരിക്കും എൻ്റെ മനസ്സിലുള്ള വികാരം? എൻ്റെ മനസ്സിലുള്ള വികാരം എന്തായിരിക്കും? എത്ര വേദനിക്കും എൻ്റെ മനസ്സ്? ഒരു പക്ഷെ കരഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇനി അതേ ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് സ്ഥലത്തെ കമ്മീഷണറായിട്ട് വരിക. സ്ഥലത്തെ ആ ഹാജിയാർ ഇപ്പോഴും ഉണ്ട്, സ്ഥലത്തെ കമ്മീഷണറായിട്ട് വരിക. ആ വന്ന സമയത്ത് ഇതേ ഹാജിയാരുടെ മകൻ ഒരു മയക്കുമരുന്ന് കേസിൽ പിടിച്ചു. എന്നിട്ട് ഈ ഹാജിയാർ എൻ്റെ മുന്നിൽ വന്നിങ്ങനെ ഒക്കാനിച്ച് നിൽക്കുക. എന്തായിരിക്കും എൻ്റെ സമീപനം? പഴയതൊക്കെ ഫ്ലാഷ് ബാക്ക് വരൂലേ, ഓർമ്മ വരൂലേ? എന്തായിരിക്കും പ്രതികരണം? നിങ്ങളുടെ സ്വന്തത്തെക്കുറിച്ച് നിങ്ങളാണ് അവിടെയെങ്കിൽ ആ സ്ഥാനത്ത് നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിൽ വിശാലത ഉണ്ടോ വിശാലതയില്ലേ. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തത്തുല്യമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തത്തുല്യമായൊരു സംഭവം എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദിവസം ഒരാഗ്രഹം. എന്താ? കാബ ഷരീഫിൻ്റെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കണം. കാബ ഷരീഫിൻ്റെ താക്കോല് സൂക്ഷിക്കുന്ന ഉസ്മാൻ്റെ അടുത്ത് ചെന്നു, വാതിൽ മുട്ടി. വാതിൽ തുറന്നപ്പോൾ തന്നെ അയാളുടെ മുഖത്ത് പുച്ഛം. എന്താ മുഹമ്മദേ, നീ ഇവിടെ? എനിക്ക് കാബയുടെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കണം. പൂതി കണ്ടില്ല അവൻ്റെ. ലാത്തനെ യുസനി മനാത്തനി ഹബലനി മുഴുവനും തള്ളിപ്പറഞ്ഞ് പാരമ്പര്യത്തെ കൊഞ്ഞനം കുത്തി
എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കാബന്റെ ഉള്ളിൽ കയറി നിനക്ക് നിസ്കരിക്കണല്ലേ, നാണോ മാനോ ഉണ്ടോ മുഹമ്മദേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിവിട്ടു. കരഞ്ഞുകൊണ്ട് തകർന്ന ഹൃദയവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഹിജറ 8-ാം നൂറ്റാണ്ടിൽ കറുത്ത തൊപ്പി അണിഞ്ഞുകൊണ്ട് മക്കയുടെ മണലാരണ്യങ്ങളെ രോമാഞ്ചമണിയിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാബ ഷരീഫിന്റെ അകത്തുള്ള 300-ൽ പരം വിഗ്രഹങ്ങൾ തകർത്തെറിഞ്ഞ് ബിലാലിനോട് പറഞ്ഞു, മോനെ ബിലാലെ, കാബയുടെ മുകളിൽ കയറുക, എന്നിട്ട് തൗഹീദിന്റെ വചനങ്ങൾ പ്രഖ്യാപിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്ത് വിളംബരം ചെയ്യുന്ന വചനങ്ങൾ ഉരുവിട്ടു. മക്കയിലെ ഖുറൈശികളും മുശ്രിക്കുകളും മുഴുവൻ കിടുകിട വിറക്കുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് ആ നാട്ടിലെ രാജാവാണ്. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിലെ രാജാവാണ്. ആ സമയത്ത് കൂടി നിന്നിരുന്ന ഖുറൈശികൾക്കിടയിൽ ഈ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് താൻ കാബ ഷരീഫിന്റെ അകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കത്തിയെടുത്ത് കുത്തുമാറ് വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ച ഈ മനുഷ്യൻ ആ ആൾക്കൂട്ടത്തിൽ പേടിച്ച് വിറച്ച് മുട്ടുകാല് വിറച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തെന്നറിയോ? ആ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചു. ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചിട്ട് കാബ ഷരീഫിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഗേഹത്തിന്റെ താക്കോൽ ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്മാൻ, നീയാണ് ഇത് സൂക്ഷിക്കേണ്ടത്, നീയാണ് ഇത് സൂക്ഷിക്കാൻ അർഹൻ എന്ന് പറഞ്ഞ് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അപമാനിച്ച ആ മനുഷ്യനെ അഭിനന്ദിച്ചു, പ്രശംസിച്ചു, അനുമോദനങ്ങളും പൂച്ചെണ്ടുകളും അർപ്പിച്ചു. ഇതാണ് വിശാലത, ഇതാണ് വിശാലത. അസൂയ മനസ്സിലുള്ള ഒരാൾക്ക്, വൈരാഗ്യവും കുമിഷ്ടും സ്പർദ്ധയും മനസ്സിലുള്ള ഒരാൾക്ക് ഈ ഒരു വിശാലത ഉണ്ടാവില്ല. സഹോദരങ്ങൾ, എത്ര സമാധാനം ഉണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര സമാധാനം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റിയുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമാധാനം എത്രയായിരിക്കും. അയാൾക്കൊരു ടെൻഷനും ഇല്ല, അയാൾക്കൊരു ടെൻഷനും ഇല്ല. ഒരു വലിയ പണ്ഡിതനോട് ചില ആളുകൾ ചോദിച്ചു, അല്ലാന്ന് നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലാലോ, ഒരു ടെൻഷനും നിങ്ങൾക്കില്ലാലോ, എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നടക്കുക, വീട്ടിലാണെങ്കിൽ അടുപ്പിലൂടെ ചേര പായുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുക, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം, എന്താണെന്നറിയോ? എൻ്റെ റിസ്ക് ആരും തിന്നൂല, എൻ്റെ റിസ്ക് ആരും തിന്നൂല, അത് പടച്ചോൻ എനിക്ക് തന്നെ തരും. അതുകൊണ്ട് എനിക്ക് ആരോടും അസൂയയില്ല, ആരോടും സ്പർദ്ധയില്ല. പടച്ചോൻ എനിക്ക് തന്നത് എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് അഹങ്കാരമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സൈഡിലെ ജീവിച്ചു പോവാ, വെറുതെ എൻ്റെ ജീവിതത്തിൽ കയറി കുത്തിപ്പൊണ്ണാക്കല്ലേ മോനെ എന്നാ പണ്ഡിതൻ മറുപടി പറഞ്ഞത്രേ. സമാധാനമുള്ളൊരു ജീവിതത്തിന് ഈ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കതീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്ം. എന്താ പറഞ്ഞറിയോ? ഊഹങ്ങൾ നിങ്ങൾ വെടിയുക, ഊഹാപോഹങ്ങളെ നിങ്ങൾ വെടിയുക. നിശ്ചയം ഊഹാപോഹങ്ങൾ ചിലത് മഹാപാപമാകുന്നു. ശരിയല്ലേ? എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര ബന്ധങ്ങൾ, എത്രയെത്ര സമൂഹങ്ങൾ, എത്രയെത്ര നല്ല നല്ല കൂട്ടുകാർ തമ്മിലടിച്ച് പിരിഞ്ഞ് എന്നേക്കുമായുള്ള ശത്രുക്കളായി മാറിയിട്ടുണ്ട് ഈ ഒരൊറ്റ ഊഹം കാരണം. അല്ലേ? കണ്ണൂരിൽ നിന്ന് രാവിലെ 5 മണിക്കൊരു ട്രെയിൻ ഉണ്ട്. രാവിലെ 5 മണിക്ക് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ട്രെയിൻ. ആ ട്രെയിനിലേക്ക് ഒരു ദിവസം ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്രോഗ്രാമിന് പോകാൻ വേണ്ടി കയറിയപ്പോൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ശബ്ദം, കുറച്ചപ്പുറത്തും ഭയങ്കര ഒച്ച. ബാഗ് അവിടെ പെട്ടെന്ന് അതിൻ്റെ മുകളിൽ വെച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു യുവാവിനെ വല്ലാതെ ശകാരിക്കാൻ. ആ യുവാവ് കണ്ണിന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് ആ പാവത്തിൻ്റെ. ഈ സ്ത്രീ പറയണത് എന്താ അറിയോ? നീ ഞങ്ങളെ വീഡിയോ എടുത്തു. ഈ സ്ത്രീക്ക് 19-55 വയസ്സുണ്ടാവും. ഒരു വീഡിയോ യുവാക്കൾക്ക് എടുക്കാൻ തോന്നണ പോലൊന്നല്ല, അതൊക്കെ കഴിഞ്ഞാണ്. പക്ഷെ ഈ യുവാവിനിങ്ങനെ ശകാരിക്കാൻ, നീ വീഡിയോ എടുത്തില്ലടോ, നിന്റെ മൊബൈൽ കാണട്ടെ. ഈ യുവാവ് ആ മൊബൈലും പിടിച്ചിങ്ങനെ തലയും താഴ്ത്തി കരയാം. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, മോനെ നിന്റെ മൊബൈൽ ഇങ്ങെടുത്താ? മൊബൈൽ തന്നു. ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടോ? നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ മാനനഷ്ടത്തിന് ഞങ്ങൾ കേസ് കൊടുക്കും. മണിക്കൂറോളം ആ മൊബൈലിൻ്റെ ഉള്ളിൽ ആ സ്ത്രീയും അവരുടെ കൂടെയുള്ള ആളുകളും തിരഞ്ഞിട്ടും അതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ കുട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കുണ്ട് ഉമ്മ, എനിക്കുണ്ട് പെങ്ങള്, എനിക്കുണ്ട് ഒരു കുടുംബം, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അത്തരത്തിൽ സഹോദരങ്ങളെ, ചില സ്ത്രീകൾക്കുള്ള വൃത്തികെട്ട സ്വഭാവമാണ്.
ആരെ കണ്ടാലും ഓൻ ഇപ്പം എന്നെ പീഡിപ്പിക്കുന്നു എന്നൊരു സ്വഭാവം. ഇപ്പോൾ ഓൻ എന്നെ ഇടങ്ങാറാക്കാൻ വരികയാണോ, എന്നെ ശല്യം ചെയ്യാൻ വരികയാണ്, എന്നിട്ട് അതിനനുസരിച്ച് പെരുമാറുക. ഇപ്പോൾ സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ എവിടെയാണ് ഇറങ്ങുന്നത്? ആ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയായിരിക്കും ചോദിക്കണം. ഒരു നോട്ടാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഈ ഊഹാപോഹങ്ങൾ? എത്ര വലിയ ഇടങ്ങാറാണ്! എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതെന്നറിയോ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്! സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറഞ്ഞ ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച കാര്യങ്ങൾ എത്ര സുന്ദരമാണ്. അടുത്തത് അല്ലാഹ് പറയുന്നത് എന്താ അറിയോ? ഭാര്യയും ഭർത്താവും ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. വലാ തജസ്സസൂ, ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല നിങ്ങൾ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നിങ്ങളുടെ ചുഴിഞ്ഞന്വേഷണത്തിന്റെ കണ്ണുകൾ കടന്നു ചെല്ലാൻ പാടില്ല. എത്ര നല്ല മാങ്ങയായാലും അത് പൂണ്ടകത്തേക്ക് കടന്നാൽ കയ്പുള്ള ഒരു അണ്ടിയുണ്ട്. എല്ലാ മാങ്ങകൾക്കുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്ന ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ മുഴുവനും ഞാൻ കേട്ടാൽ ജീവിതത്തിൽ ഞാൻ പിന്നെ പ്രസംഗിക്കാൻ പോകില്ല. ഓരോരോ ആളുകളുടെ മനസ്സിൻ്റെ അകത്തേക്ക് ചുഴിഞ്ഞന്വേഷിക്കാൻ നിന്നാൽ സഹോദരങ്ങളെ എന്തൊക്കെയോ വൃത്തികേടുകൾ ഉണ്ടാവും. നാറ്റക്കേസായിരിക്കും. അത് സഹിക്കൂല നമുക്ക്. അതുകൊണ്ട് വെറുതെ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ മൊബൈൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ നോക്കുക. ആർക്കാണ് മെസ്സേജ് അയച്ചത്, എവിടേക്കാണ് മെസ്സേജ് അയച്ച്, അല്ലേ? അപൂർവമാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളില്ലേ, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് 2 മണിക്കൂർ കൊണ്ട് ഓടി വരിക വീട്ടിൽ. എന്തിനാ? ആരെങ്കിലും ഉണ്ടോ നോക്കാൻ? ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങൾ? ചുഴിഞ്ഞന്വേഷിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണെന്നറിയോ? റബ്ബേ, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പെങ്ങന്മാർക്കും എൻ്റെ മക്കൾക്കും നീ പരിശുദ്ധി നൽകണയല്ല. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കേണ്ട വേറെ പ്രാർത്ഥനയുണ്ട്. റബ്ബേ, എൻ്റെ കണ്ണുകൾക്ക് വേദനയുണ്ടാക്കുന്ന കാഴ്ചകൾ നീ എന്നെ കാണിക്കരുത് റബ്ബേ. എൻ്റെ ചെവികൾക്ക് വേദനയുണ്ടാക്കുന്ന വാർത്തകൾ നീ എനിക്ക് കേൾപ്പിക്കരുത് റബ്ബേ. എൻ്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന വാർത്തകൾ റബ്ബേ നീ എന്നിൽ നിന്ന് തട്ടിമാറ്റണയല്ല. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ഭാര്യയെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേണ്ടാതീനം ചെയ്യും. പക്ഷേ അത് ചുഴിഞ്ഞന്വേഷിച്ച് കണ്ടുപിടിക്കൽ നമ്മുടെ പണിയല്ല. അത് പെണ്ണുങ്ങൾക്കും ബാധകമാണ്. നിങ്ങളുടെ ഭർത്താവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വേണ്ടാതീനം ചെയ്യും. അത് ചുഴിഞ്ഞന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയല്ല. അത് അവരും പടച്ചവനും തമ്മിലുള്ള കാര്യമാണ്. പ്രത്യക്ഷമായി നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ അതിനെതിരെ നടപടിയെടുക്കുക. പക്ഷെ ചുഴിഞ്ഞന്വേഷിച്ച് ജീവിതത്തിൻ്റെ നൂലാമാലകൾ തിരയുന്നൊരു സ്വഭാവം മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല. ഒരു ചാനലിലെ റിയാലിറ്റി ഷോയിൽ, പല റിയാലിറ്റി ഷോകളിലും വിഴുപ്പലക്കളാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സകല രഹസ്യങ്ങളും പുറത്തേക്ക് വലിച്ചിട്ട് പരസ്പരം വിഴുപ്പലക്കളാണ്. ഒരു ഇംഗ്ലീഷ് ചാനലിൽ വന്ന ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ ഭാര്യയെ നാർക്കോ അനാലിസിസിന് എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താ അറിയോ? ഭർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട്, മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താവല്ലാത്ത വേറെ ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഭർത്താവല്ലാത്ത ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, ചെറിയ അല്ലറ ചില്ലറ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മക്കളുടെ മുഖം ക്ലോസപ്പിൽ കാണിക്കുകയാണ്. അന്തം വിട്ട് ആകെ ഷോക്കായതുപോലെ ഉമ്മാൻ്റെ കഥയാണ് കേൾക്കണത്. ആ ഭർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ. സഹോദരങ്ങളെ, ഇത് മരിക്കുന്നത് വരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അറിയാത്ത കാര്യം അറിയണ്ട, അറിയാത്ത കാര്യം ചികഞ്ഞന്വേഷിക്കാനും പോവണ്ട. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സത്യസന്ധമായിട്ട് പറയും സഹോദരങ്ങളെ, എൻ്റെ ജീവിതം മുഴുവൻ തുറന്ന പുസ്തകമാണ്. അതിൽ ആളുകൾ അറിയാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ഒന്ന് കൈപൊക്കിയേ. എനിക്ക് അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കണം. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്ക്. ചെറിയ കുട്ടികളല്ല, ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതം എല്ലാവരുടെയും മുന്നിൽ, എൻ്റെ ഉമ്മയുടെ മുന്നിൽ, പെങ്ങന്മാരുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു വെക്കാൻ ഞാൻ തയ്യാറാണ്. അത്രക്ക് പരിശുദ്ധനാണ് ഞാനെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കുല്ലു ബനി ആദമ ഖത്താഉൽ അഫ്ളലുഹും അത്തവ്വാബീൻ. ആദമിൻ്റെ എല്ലാ മക്കളും തെറ്റുകാരാണ്. അവരിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരാണ്? പശ്ചാത്തപിക്കുന്നവരാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. എല്ലാവരുടെ അടുത്ത് തെറ്റുണ്ട്. അത് ചുഴിഞ്ഞന്വേഷിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? പല്ലിൻ്റെ ഇടയിൽ കുത്തിപ്പുണ്ണാക്കാൻ പാടില്ല, നാറ്റിക്കാൻ പാടില്ല. ഈ കുടുംബത്തിൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുടുംബത്തിന് ഇനി സമാധാനം ഉണ്ടോ? ആ കുടുംബത്തിന് ഇനി സന്തോഷമുണ്ടോ? ഒക്കെ കഴിഞ്ഞില്ലേ? ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. അത് അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ.
അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. സുബ്ഹാനല്ലാഹ്. തൗബയുടെ പ്രതിഫലമായി ഒന്നാമതായി അല്ലാഹ് പറഞ്ഞ കാര്യമാണ് മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായ തൗബ നിങ്ങൾ നടത്തുക. ജീവിതത്തിന്റെ രഹസ്യമായ രംഗങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും, അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മറച്ചു വെച്ചേക്കാം. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ രക്ഷിതാവ് മറച്ചു വെച്ചേക്കാം. അതുകൊണ്ട് പണ്ട് ചെയ്ത പാപങ്ങളൊന്നും അഭിമാനത്തോടെ പറയാൻ നിൽക്കണ്ട. ഞാൻ പണ്ട് അങ്ങനെ ഇനി, ഞാൻ പണ്ട് ഇങ്ങനെ ഇനി, അതേ ഇനി, മറ്റേതേ ഇനി, മറിച്ചതേനി എന്ന് പറഞ്ഞ് ഇപ്പം നന്നായതാണ്. വേണ്ട, അത് നല്ല സ്വഭാവമല്ല. ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെച്ചതാണ്. നിങ്ങളുടെ നന്മക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾ മറച്ചു വെച്ചതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണോന്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യമില്ലെന്ന് പറഞ്ഞ് വെറുതെ അലക്കാൻ പോകണ്ട. അത് പറയണ്ട. അത് അറിയേണ്ടവൻ അല്ലാഹ് മാത്രമാണ്. നാളെ മഹ്ശറയിൽ പടച്ച തമ്പുരാൻ ആ പാപം മറച്ചു വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നയിക്കാൻ തുടങ്ങുന്ന സമയം ഈ കൂട്ടുകാരൻ ഒരു പക്ഷേ അല്ലാഹുവിനോട് ന്യായം ചോദിച്ചേക്കാം, പടച്ചോനെ ഓനെങ്ങനെയാ സ്വർഗത്തിലേക്ക് പോകുക, അവനെങ്ങനെയാ സ്വർഗത്തിലേക്ക് പോകുക, അവൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാലോ എന്ന് റബ്ബിന്റെ മുന്നിൽ ന്യായം ബോധിപ്പിക്കാൻ അവൻ കാരണമായേക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ മറച്ചു വെച്ച പാപങ്ങൾ ഒരൊറ്റ കുട്ടിയോട് പറഞ്ഞു പോകരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലാഹ് മറച്ചു വെച്ച കാര്യങ്ങൾ, അന്യന്റെ ന്യൂനത അന്വേഷിച്ച് നടക്കുന്ന വൃത്തികെട്ട നീചവും നികൃഷ്ടവും നാറിയതുമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല. വലാ തജസ്സസു. പിന്നെ അല്ലാഹ് പറയുന്നത് എന്താ? വലാ യഗ്തബ് ബഅദുകും ബഅദാ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. നിങ്ങളിൽ ചില ആളുകൾ ഗീബത്ത് പറയാൻ പാടില്ല. മരിച്ചു കിടക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ കഫൻ പുടവ മാറ്റിക്കൊണ്ട് തുടയിൽ നിന്ന് ഇറച്ചി കഷണം മുറിച്ചടിച്ച് ചവച്ചരച്ച് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ, ആഗ്രഹിക്കുമോ? ഫകരിഹ്തുമൂ. എന്നിട്ട് അല്ലാഹ് തന്നെ മറുപടി പറയുകയാണ്, നിങ്ങളതിനെ വെറുക്കുന്നില്ലേ, നിങ്ങളതിനെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുപോലെയാണ് ഗീബത്ത് എന്നാണ്. അതുപോലെയാണ് ഇപ്പോൾ പണ്ടൊക്കെ നാട്ടിൽ ചായക്കടകളാണ് ഗീബത്തിന്റെ രംഗം. ചായ കുടിക്കുമ്പോൾ കാക്കമാർക്ക് ഒരു ഗ്ലാസ് ചായയും 2 പ്ലേറ്റ് ഗീബത്തും. എന്താ ഗീബത്തിന്റെ കോലം? ഗീബത്ത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് തുടങ്ങുക. ഓളെ ഭർത്താവ് മരിച്ചുലേ, കുറേ വർഷമായില്ലേ മരിച്ചിട്ട്, എന്താ ചെയ്യാ, മനുഷ്യനല്ലേ, മനുഷ്യൻ്റെതായ ആവശ്യങ്ങൾ ഉണ്ടാവും. നിനക്കെന്താണോ അതിന് പ്രശ്നം? നിനക്കെന്താ? മനുഷ്യൻ്റെതായ ആവശ്യങ്ങൾ ഉണ്ടാവും, അത് തീർക്കുന്നെങ്കിൽ തീർത്തോട്ടെ. അതെന്തിനാ ചായക്ക് കടിയായി നീ വിഴുങ്ങുന്നത്? അതാണല്ല വിലക്കിയത്. അതാണല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഗീബത്ത്. എന്തോ ഒരു സുഖാണ് സഹോദരങ്ങളെ. ഈ ഗീബത്ത് തിരിച്ചൊന്ന് പറയപ്പെട്ടാൽ അതിൻ്റെ വേദനകളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ വേദന പലപ്പോഴും നാം പറയുന്ന പല കാര്യങ്ങളും ഇല്ലാത്തതല്ലേ. നമീമത്ത്, അതുപോലെ തന്നെ നമീമത്ത് ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. നമീമത്തുകാരൻ, ഏഷണി കൂട്ടുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല എന്നാണ്. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. ഈ ഗുണങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഗുണങ്ങൾ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് കൊണ്ടു നടന്നു നോക്ക്. എന്താ? ഒരാളെ പരിഹസിക്കരുത്, ഒരാളോട് കുത്തുവാക്ക് പറയരുത്, ഫാസിഖ് പ്രശ്നത്തെ ഇഷ്ടപ്പെടുന്ന ആളാവരുത്, അഹങ്കാരം മനസ്സിലുണ്ടാകരുത്, വിനയമുണ്ടാകണം, അസൂയ ഉണ്ടാകരുത്, വിശാലത ഉണ്ടാകണം, വന്നിൽ നിന്ന്, ഊഹത്തിൽ നിന്ന് സ്വന്തത്തെ മാറ്റണം, ആരാൻ്റെ കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കരുത്, ഗീബത്ത് പറഞ്ഞ് നാറ്റിക്കരുത്, നമീമത്ത് പറഞ്ഞ് കുടുംബങ്ങളെ തകർക്കരുത്. ഈ ഒരു ക്വാളിറ്റി മുഴുവൻ നിങ്ങളൊന്ന് കൊണ്ടു നടത്തി നോക്ക്. 2 മാസം കൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ നിങ്ങൾ ബഹുമാനിക്കും, നിങ്ങൾ ആദരിക്കും. അതുമാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിന് ശേഷമുള്ളൊരു ആയത്തുണ്ട്, ആയത്തും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അവസാനമായി മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു ഗുണം എന്താ അറിയോ? വർഗീയത. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ആൺകുട്ടി ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് കാണുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുക. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ആൺകുട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മനസ്സിൽ വേദനിക്കുക. ഇത് വർഗീയതയാണ്. ഇതാണ് വർഗീയത. ഇതുണ്ടാവാൻ പാടില്ല. തെറ്റാര് ചെയ്താലും തെറ്റാണ്. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും സിഖായാലും ബുദ്ധനായാലും ജൈനനായാലും ജൂതനായാലും നാസ്തികനായാലും മാസ്തികനായാലും രാഷ്ട്രീയ പാർട്ടി ഏതായാലും തെറ്റാര് ചെയ്താലും എന്താണ്? തെറ്റാണ്. അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നത് അതാ, ശരിക്കും ശ്രദ്ധിക്കണം. യാ അയ്യുഹന്നാസ്,
ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ രണ്ടായത്തുകളിലും പടച്ച തമ്പുരാൻ വിളിച്ചത് ആമനു എന്നാണെങ്കിൽ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് യാ അയ്യുഹന്നാസ് എന്നാണ്, മനുഷ്യ സമുദായമേ എന്നാണ്. കറുത്തവനെയും വെളുത്തവനെയും അധികാരിയെയും അധീനനെയും കുബേരനെയും ദരിദ്രനെയും മുതലാളിയെയും തൊഴിലാളിയെയും രാജാവിനെയും പ്രജയെയും ബുദ്ധിയുള്ളവനെയും മന്ദബുദ്ധിയെയും എല്ലാവരെയും ഒരുപോലെ പടച്ചവൻ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ. ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും ബീജതന്തുവിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും പാരമ്പര്യം ഉൾക്കൊള്ളുന്നത്, പാരമ്പര്യം ഉടലെടുക്കുന്നത്. ഹവ്വാ ബീവി എന്ന പെണ്ണിന്റെയും ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആടിന്റെയും ബീജതന്തുക്കൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ ലോകത്തുള്ള ഒരുപാട് മതങ്ങളുള്ള, രാഷ്ട്രീയങ്ങളുള്ള, വർഗങ്ങളുള്ള, വർണ്ണങ്ങളുള്ള, ഭാഷകളുള്ള, വിവിധ ഭേദങ്ങളുള്ള മനുഷ്യ സമുദായം ഉണ്ടായത്. എല്ലാവരോടുമാണ് ഖുർആൻ പറയുന്നത്. വിയറ്റ്നാമിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പാവപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്നവനോടാണ് ഖുർആൻ പറയുന്നത്, അവൻ നിന്റെ അനുജനാണ്, അവൻ നിന്റെ ജ്യേഷ്ഠനാണ്. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പാവപ്പെട്ട പിഞ്ചോമന പൈതങ്ങളുടെ തലയോടുകൾ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ തട്ടഹസിച്ചു ചിരിക്കുന്ന രാക്ഷസന്മാരായ ഇസ്രായേലികളോടാണ് അല്ലാഹ് പറയുന്നത്, അവൻ നിന്റെ അനുജനാണ്, അവൻ നിന്റെ മക്കളാണ്, അവന്റെ ഒറിജിൻ നിന്റെ അതേ ഒറിജിനിൽ നിന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ. ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും രണ്ടതിർത്തിയിൽ നിന്നുകൊണ്ട് പരസ്പരം തോക്ക് ചൂണ്ടുന്ന പട്ടാളക്കാരോടാണ് ഖുർആൻ പറയുന്നത്, താഴ്ക്കുക നിങ്ങളുടെ തുപ്പാക്കികൾ, എന്നിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് മാനവികതയുടെ ഐക്യം ഉയർത്തിപ്പിടിക്കുക. കാരണം നിങ്ങൾ ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കളാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു വർഗങ്ങളായി, വർണ്ണങ്ങളായി, രാഷ്ട്രങ്ങളായി നിങ്ങളെ വേർതിരിച്ചതെന്തിനു വേണ്ടിയാണ്? ലിതആറഫു, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അടിവരയിട്ട് മനസ്സിലാക്കണം മുസ്ലിമേ, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജീവിതത്തിൽ ഔന്നത്യം നേടാനുള്ള ഉപാധിയും മാനദണ്ഡവും ഒരിക്കലും ജനനമല്ല, ഏതെങ്കിലും ഒരു മതത്തിൽ ജനിക്കുക എന്നതല്ല, ഏതെങ്കിലും ഒരു വർഗത്തിൽ ജനിക്കുക എന്നതല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ജനിക്കുക എന്നതല്ല, ഏതെങ്കിലും ഒരു വർണ്ണത്തിൽ ജനിക്കുക എന്നുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ ഔന്നത്യം നേടാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്താണ്? ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുക, പടച്ച തമ്പുരാനെ സൂക്ഷിക്കുക, വ്യഭിചാരങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും കണ്ണിന്റെ കട്ടുനോട്ടത്തിൽ നിന്നും വായയുടെ അനാവശ്യ സംസാരത്തിൽ നിന്നും മനസ്സിന്റെ നീചവൃത്തികളിൽ നിന്നും കുട്ടം ബാധിച്ച ചിന്തകളിൽ നിന്നും സ്വന്തത്തെ ആരാണോ കരകയറ്റുന്നത്, അത്ഖാകും, അവരാണ് നിങ്ങളിൽ ഏറ്റവും അക്രമക്കും, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ. കഴിഞ്ഞു, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ. വർഗീയത പാടില്ല ഒരു മുസ്ലിമിന്റെ മനസ്സിൽ. ആരാണോ നന്മ ചെയ്യുന്നത് ആ നന്മയെ അംഗീകരിക്കാൻ, ആ നന്മയെ പ്രശംസിക്കാൻ, ആ നന്മയെ അനുമോദിക്കാൻ, ആ നന്മക്ക് പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ, മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, രാഷ്ട്രം നോക്കാതെ, ഭാഷ നോക്കാതെ, ബംഗാളിയാവട്ടെ, ആരാവട്ടെ, പച്ചയാവട്ടെ, ആരായാലും നന്മ ചെയ്യുന്നവരെ ഉള്ളറിഞ്ഞ് അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ് മുസ്ലിമിനുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പറഞ്ഞ ഗുണങ്ങൾ മുഴുവനും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, മനസ്സിൽ നീ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഗുണങ്ങൾ മുഴുവനും കൊണ്ടു നടക്കുന്ന ഭാഗ്യവാന്മാരായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ല. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ ഗുണങ്ങളെല്ലാം കൂടി ജീവിതം ജീവിച്ചു തീർത്ത് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു വരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ല. അല്ലാഹുവേ, ഈ രാജ്യത്തും ഈ രാജ്യത്തിന് പുറത്തും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള കഷ്ടതകളും വ്യതകളും നീ ദൂരീകരിക്കണയല്ല. അല്ലാഹുവേ, പ്രശ്നങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും മുസ്ലിം സമുദായത്തെ നീ കരകയറ്റണയല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വ സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി വ സഹ്ബിഹി വ സല്ലം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.